നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണണേ, സ്കിപ്പ് ചെയ്യാതെ കാണണേ. പ്രത്യേകിച്ച് മലബാറുകാർ, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്ടുകാർ. ഓക്കെ, എത്രത്തോളം യാഥാർത്ഥ്യത്തോടു കൂടിയാണ് ഇദ്ദേഹം പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഈ ഒരു മലബാർ ഏരിയ ശരിക്കും ഭയങ്കര ഡേഞ്ചറാണ്. അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വളരുന്ന ബിസിനസ് ഏതാണെന്ന് നോക്കിയാൽ മതി. ഒന്ന്, ആശുപത്രികളാണെങ്കിൽ, ഹെൽത്ത് സെക്ടർ ആണെങ്കിൽ, രണ്ട്, റെസ്റ്റോറൻറ്റ്സ് ആണ്, ഫുഡ് സെക്ടർ. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഇവിടെ വളരുന്ന ഹോസ്പിറ്റലുകളുടെ എണ്ണം നോക്കിയാൽ മതി. നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു സൈഡ് എഫക്റ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അറിയാമെങ്കിൽ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വളരുന്നത് ഹെൽത്ത് സെക്ടർ ആണെങ്കിൽ അത് തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു മലബാർ ഏരിയ ഇന്റർനാഷണൽ കമ്പനീസ് അടക്കം ഫ്യൂച്ചർ കണ്ടിട്ട് ഇവിടെ കേരളത്തിൽ മലബാർ ഏരിയകളിലുള്ള ഹെൽത്ത് സെക്ടറിൽ ഹോസ്പിറ്റലുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ട്. ഇവിടെ നിലവിൽ കേരളത്തിൽ വളരുന്ന ഹോസ്പിറ്റലുകളുടെ കണക്ക് നോക്കിയാൽ മതി. ഞാനും നിങ്ങളൊക്കെ ഇന്നും നിലയൊക്കെ ആയിട്ട് കഴിച്ച ഭക്ഷണത്തിന്റെ സൈഡ് എഫക്ട് എത്ര ഉണ്ടാവും എന്നുള്ള അറിയാൻ. കറക്റ്റ് അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ എത്രയോ കൂടുതലല്ലേ? സത്യമാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ, പ്രത്യേകിച്ച് ഞാൻ കോഴിക്കോട്ടാണ്, എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് പല വീടുകളിലും മന്തി ഇല്ലാതെ അല്ലെ അൽഫാമില്ലാതെ മുന്നോട്ട് പോകുന്നില്ല. അനങ്ങിക്കഴിഞ്ഞാൽ കോൾ ചെയ്തിട്ട് വിളിക്കുകയാണ്, ആ ഒരു ഹാഫ് മന്തി എടുത്തോ കൊണ്ടുവരി, അല്ലെങ്കിൽ ഒരു ഹാഫ് അൽഫാം കൊണ്ടുവരി. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ഇവർക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിലോ, ഫാമിലിയിലേക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ല, അങ്ങനെ കിട്ടുന്നില്ല. ഇതിൽ മുഴുകിപ്പോയി കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ. ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് അടിക്കുക, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അല്ലേ? പക്ഷേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണുള്ളത് മലബാർ മേഖലകളിലെ കൂടുതൽ പേരും. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഞാനടക്കമുള്ള മുസ്ലിം നാമധാരികൾ. ഓക്കെ, അത് പറയുന്നതിന് വിഷമമുണ്ട്. കാരണം ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഫാസ്റ്റ് ഫുഡ്, പ്രത്യേകിച്ച് മന്തി. ഈ മന്തിൻ്റെ അകത്തൊക്കെ ഇടുന്ന സാധനങ്ങൾ നന്നായിട്ട് കെമിക്കൽ ചേർക്കും ടേസ്റ്റിന് വേണ്ടിയിട്ട്. മന്തി ടേസ്റ്റ് ഇല്ലാത്ത മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കെമിക്കൽ ഇല്ലാത്ത മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അജിനാമോട്ടോ പോലത്തെ സാധനങ്ങൾ ഇട്ട മന്തിക്ക് മാത്രമേ ടേസ്റ്റ് ഉണ്ടാവും. മന്തി ആയിക്കോട്ടെ, അൽഫാം ആയിക്കോട്ടെ, അതിലൊരു ടേസ്റ്റിംഗ് ചേരുവ ചേർത്താൽ മാത്രമേ അതിന് രുചി ഉണ്ടാവും. ഇതൊന്നും കഴിക്കാത്ത വീടുകളുണ്ടോ? തൊട്ടടുത്ത് ഫുള്ള് റെസ്റ്റോറൻ്റ് അല്ലേ? നാട്ടുമ്പുറത്തായാലും റെസ്റ്റോറൻറ്റുകളില്ലാത്ത സ്ഥലങ്ങളുണ്ടോ? ഫാസ്റ്റ് ഫുഡ്. ഹോസ്പിറ്റലുകൾ വളരും. കാരണം ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ്. ഇപ്പം 18-19 വയസ്സുള്ള ആൾക്കാർ അടിച്ചു കയറ്റുന്ന അവർക്കറിയില്ല. കുറച്ചുകൂടി പ്രായം ആയോട്ടെ, ഒരു 40 മേലോട്ട് അങ്ങ് ആയോട്ടെ, ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാവില്ല. അതായിരിക്കും അവസ്ഥ. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ നോമ്പ് നോമ്പ് ആയ സമയത്തൊക്കെ ഞാൻ കണ്ടാണ്, എല്ലാം നോമ്പ് തുറന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ പോയിട്ട് ഫുൾ ജാർ സോഡ അടിക്കലുണ്ട്. പിന്നെ കുലുക്കി സർബത്ത്, ഫുൾ ജാർ സോഡ, പിന്നെ ഉപ്പിലിട്ടത്, പിന്നെ എന്താ പറയുക, ഫുള്ള് മറ്റേ ഇതില്ലേ, എന്താണ്, എരിവുള്ള സാധനം കുറച്ചെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള സാധനം, പിന്നെ പേരെന്തപ്പാ, ഇതെല്ലാം പോയിട്ട് അടിക്കുക. ഇവിടെ തിന്ന് അവനവൻ്റെ ശരീരം നോക്കാതെ തിന്നാനായിട്ട് ജീവിക്കുന്നവരാണ് മലബാർ മേഖലയിൽ കൂടുതലെന്ന് ഞാൻ പറയും. ഹോസ്പിറ്റലുകൾ വളരും, രോഗികളും വളരും. ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാനേ ഉണ്ടാവും. ഇപ്പം അല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഒരു 40 വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെക്കന്മാർ ഇപ്പം അടിച്ച് കയറ്റുന്നുണ്ടല്ലോ, 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ബിസിനസ് മേഖല സത്യമാണ് മലബാർ മേഖലയിൽ ഹോസ്പിറ്റലുകളാണ്. നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്ക്, ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാകുക. ഞാൻ വർഗീയത പറയുന്നല്ല കേട്ടോ, ഞാനൊരു മുസ്ലിമാണ്. വർഗീയത ഒന്നായിട്ട് പറഞ്ഞാൽ ആരും കണക്കാക്കണ്ട, ആരും കമന്റ് ചെയ്തും കൊണ്ട് വരണ്ട. കൂടുതൽ മുസ്ലിങ്ങളാണ്. കാരണം ഏറ്റവും കൂടുതൽ അടിച്ചു കയറ്റുന്നത് മുസ്ലിങ്ങളാണ്. ഭക്ഷണം അടിച്ചു കയറ്റിയിട്ട് ഹോസ്പിറ്റലുകളിൽ ചികിത്സയായിട്ട് വരുന്നത് മുസ്ലിങ്ങളാണ്. മറ്റവർക്ക് കുറച്ച് ഇതുണ്ടാവും, ഒരു വെജിറ്റേറിയനാ കഴിക്കുക പോരെ, ആഴ്ചക്ക് ഒരു 3-4 ദിവസം വെജിറ്റേറിയൻ കഴിച്ചാൽ പോരെ. ഈ ചിക്കനും മട്ടനും ഒക്കെ തട്ടണോ? ശരീരം നോക്കുക എല്ലാവരും, എന്നാൽ കുറച്ച് കാലോട് ജീവിക്കാം. ഓക്കെ.